ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഉസ്ബെക്കിസ്ഥാനിലുള്ള മൂന്നാമത്തെ ദിവസം വന്നിട്ടുള്ള മൂന്നാമത്തെ ദിവസമാണ്. ഒരു വ്ളോഗ് പോലും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ ദിവസത്തെ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫുൾ ഡേ ഞാൻ കിടന്നുറങ്ങിയിട്ട് രാത്രി എണീറ്റിട്ടാണ് പോയി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ വന്നിട്ട് ഒരുപാട് പ്ലാനും കാര്യങ്ങളൊന്നുമില്ല. പ്ലാൻ ചെയ്തിട്ടുമല്ല വന്നത്. വന്നതിന് ശേഷം സെലക്റ്റഡ് ആയിട്ടുള്ള പ്ലേസിൽ പോകാം എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം വരുന്നതിന് മുമ്പൊക്കെ കുറേ തവണ കേട്ടിട്ടുള്ളൊരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞാനുള്ളത്. ചോഴ്സു ബസാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചോഴ്സു ബസാർ നമ്മളെ ഉസ്ബെക്കിസ്ഥാനിലുള്ള ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ടാഷ്കെൻഡിലാണ്. ഇത് സെൻട്രൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സിറ്റി ആയിട്ടാണ് അറിയപ്പെടുന്നത് ഈ ടാഷ്കെൻഡ്. നമ്മുടെ ഫസ്റ്റ് വിസിറ്റ് അല്ലെങ്കിൽ നമ്മൾ ആദ്യം കാണാൻ പോകുന്ന സ്ഥലം ഈ ബസാറാണ് കേട്ടോ. ഇതിനകത്ത് ഒരുപാട് ഫ്രൂട്ട്സും പിന്നെ നട്ട്സ്, സുവിനിയേഴ്സ്, എന്താ കുറെ ഡ്രസ്സ്, അങ്ങനെ എന്തെല്ലാം ഉണ്ട്. ഞാൻ ഒരു വീഡിയോസോ ഫോട്ടോസോ ഒന്നും കണ്ടിട്ടില്ല. ജസ്റ്റ് അത് കേട്ടെന്നേ ഉള്ളൂ. കേട്ടപ്പാട് സെർച്ച് ആക്കിയിട്ട് ഇങ്ങോട്ട് എത്തിയതാണ്. അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് കയറാം. ഇപ്പൊ ഞാൻ എൻട്രൻസിലാണ് ഉള്ളത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ചേടാ, നമ്മള് ബസാറിന്റെ ഉള്ളിലോട്ട് കയറുവാണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറേ ഫ്രൂട്ട്സിന്റെ ഒക്കെ ഷോപ്പ്. ഇവിടെ വന്നിട്ട് കാര്യമായിട്ട് ഒരു ഫ്രൂട്ട്സ് പോലും എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും പോകുമ്പോഴത്തേക്ക് ഒരു 10-20 കിലോ വാങ്ങിച്ചോണ്ട് പോകണം. നല്ല ഫ്രഷ് ഫ്രൂട്ട്സ്. വാവ്, ബിനാനോ. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ചോഴ്സു ബസാർ. ഇതിന്റെ ഉള്ളിലാണ് കൂടുതലും ഷോപ്പൊക്കെ ഉള്ളത്. ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഡോം സെറ്റപ്പിലാണ്. നമ്മൾ ആദ്യം ഇങ്ങോട്ടല്ല കയറുന്നത്. നമ്മള് പുറത്തിലുള്ള ഷോപ്പൊക്കെ, ഇവിടെ ഇഷ്ടം പോലെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്തിട്ട് ഉള്ളിലോട്ട് കയറാന്ന് കരുതി. അതല്ല അതിന്റെ ഒരു ശരി. ഇത് മോർണിംഗില് ഒരു 4 o'clock ഓപ്പൺ ആവുന്ന ഈ മാർക്കറ്റ് രാത്രി 8:15 ക്ലോസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ആരെങ്കിലും വന്നിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ സമയം നോക്കിയിട്ട് എത്തിക്കോണേ. രാത്രിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ബസാർ മാത്രമല്ല, ഇവിടെ ഒരു ഷോപ്പും രാത്രിയിൽ ഉണ്ടാവല് കുറവാണ്. ഞാന് ഇവിടെ എത്തിയതിനു ശേഷമാണ് ഞാൻ ഇവിടെ ടൈമും കാര്യങ്ങളും നോക്കുന്നത്. ഇത് ഡെയിലി ബേസിസിൽ ആൾക്കാർ വാങ്ങിക്കുന്ന ഐറ്റംസ് ഒക്കെയാണ്. ഇത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈവനിങ് ഒക്കെ ആവുമ്പോ തന്നെ ഏകദേശം ഇതെല്ലാം വിറ്റ് തീരുന്നു എന്നുള്ളത് കണ്ടപ്പോഴത്തേക്കും ആൾമോസ്റ്റ് ചെക്കൻ എന്താ എത്ര ചിരി. ഞാൻ ഇങ്ങനെ ഹിണ്ടിക്കോട്ട് പോകുമ്പോ ഒരു ഭയങ്കര ചിരി. ഹണ്ടിലാട്ടെ. ഫുഡിന്റെ ഒരു ലോകം ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ വന്നിട്ടാണ് കാണുന്നേ. ഇത് ഗ്രിൽഡ്, ഇവര് ഷാഷ്ലിക് എന്നാ പറയുന്നേ. ഫസ്റ്റ് വന്നപ്പോ എനിക്ക് മനസ്സിലായിക്കില്ല. പുറത്ത് തന്നെ ലൈവായിട്ട് പൊന്നെ പോക. കഴിഞ്ഞ ദിവസം ചിക്കൻ കഴിച്ചിട്ട് പണി കിട്ടിയോണ്ട് ഇപ്രാവശ്യം ചിക്കനിന് മാറ്റിയിട്ട് ബീഫാക്കി. Chili sauce. Thank you. ഞാൻ ഒരു പോർഷൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഒറ്റ സ്റ്റിക്കാണ് തരുന്നതെന്ന്. ഒന്ന് മതി ട്രൈ ആക്കാൻ വേണ്ടിട്ട്. പക്ഷെ ഈ ഒരു പോർഷൻ എന്നുള്ളത് എന്റെ മൈൻഡിൽ പോയില്ല. ഞാൻ ഒന്ന് ഇങ്ങനെ കാണിച്ച് 4 എണ്ണം ആര്. പിന്നെ കണ്ടില്ലേ, ബ്രെഡിന്റെ കളി തന്നെ ഇവിടെ വന്നിട്ട് ഫുള്ള് ബ്രെഡിന്റെ. ഈ സാധനം ആ സാധനത്തിന്റെ അവിടെ എവിടെ പോയാലും എല്ലാത്തിന്റെ അവിടെ ഇതുണ്ട്. എന്തായാലും കഴിച്ചോക്കാം. എന്നാ ചൂടുണ്ടാന്തോ. കൊള്ളാം, അടിപൊളി. ബീഫാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. കാണാനും നല്ല ഭംഗിയുണ്ട്. ഒരു ബീഫിന്റെ സ്മെല്ലൊന്നുമില്ല. വേറെന്തോ ഒരു ചീസിന്റെ ഒക്കെ ഒരു ചുവയാണ് വരുന്നത്. അതുകൊണ്ട് നല്ലൊരു ഡിസിഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒന്നാണെന്നുണ്ടെങ്കിലും ഒരു 4 എണ്ണം കൊണ്ട് തന്നെ നന്നായി. നല്ല ഫ്രഷ് പോമഗ്രാനൈറ്റ് ഇടുന്ന ഒരു ഷോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓൾറെഡി വാങ്ങിച്ചു. പിന്നെ കാണിക്കാന്ന് കരുതി. ഭയങ്കര ഫ്രഷ് ആയിപ്പോയി. 12,000 വാങ്ങിച്ചത്. 12,000
സോ ഫ്രഷ്, നല്ല മധുരം, പുളി, അടിപൊളി. അറിയാം ഞാൻ അവസാനം ഇവിടെ തന്നെ എത്തും എന്നുള്ളത്. ഡ്രസ്സിന്റെ ഷോപ്പിൽ കറക്റ്റിന് എത്തി. തിന്ന് 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 നേരെ അതെത്തിയത് ഇവിടെ. എനിക്കറിയാം. നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്ന സമയത്ത് അവിടെ ഒരു ലേഡി സെയിം ഡ്രസ് ഇട്ടിട്ടുണ്ടായത്. സെയിം. പക്ഷെ ഞാൻ എടുക്കൂല, കാരണം ഇവിടെ അല്ലാതെ ഇത് വേറെ എവിടെ ഇടാൻ പറ്റില്ല. നല്ല ഗുളുഗുളു പോലത്തെ വെൽവെറ്റിന്റെ ആണ്. എനിക്ക് ഇവിടെ ഇടാനുള്ള ഡ്രസ്സൊക്കെ അത്യാവശ്യം അധികം ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊന്നും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നോക്കി ഇടാം. പക്ഷെ ഇവിടുത്തെ ആ ഡ്രസ്സിന്റെ പാറ്റേൺ ഒക്കെ ഇറ്റ്സ് എൻറ്റയർലി, ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ബട്ട് ഇവിടെ അല്ലാതെ വേറെ എവിടെയും ഇത് ഇടാൻ പറ്റത്തില്ല. അതാണ്. പിന്നെ ഇവിടെയുള്ള ആൾക്കാരും ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് ഞാൻ കണ്ടില്ല. ആകെ ആ ബ്ലാക്ക് മാത്രമേ കണ്ടുള്ളൂ. ബാക്കി കളർഫുൾ ഡ്രസ്സൊക്കെ എവിടത്തോട്ട് ഇടുന്നൊന്നും അറിയാൻ പാടില്ല. എന്റെ പൊന്നെ, ഞാനിപ്പോ ചവിട്ടി തെറിപ്പിച്ചാന്. പാത്രങ്ങളൊക്കെ താഴെയാണോ കൊണ്ടുവയ്ക്കണ്ടേ? ഒന്നുമില്ല. ചുമ്മാ എന്റെ ഡ്രസ്സിന്റെ കളറ് സെയിം ആയതുകൊണ്ട് എനിക്ക് ഇടാനൊരു മോഹം. അടിപൊളിയല്ലേ? ലിക്കണ്ടാ? കറങ്ങി അവസാനം നമ്മൾ ജോർജ് ബസാറിന്റെ ഉള്ളിൽ കയറി വന്നപ്പോ തന്നെ ഫസ്റ്റിലുള്ള ഒരു സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും പിക്കിളിന്റെ ഒക്കെ ഒരു സൈഡാണ് കേട്ടോ. ഏരിയ കംപ്ലീറ്റ്ലി അതിന്റെയാണ്. ക്യാബേജ്. രണ്ട് സൈഡിലും ഫുള്ള് സലാഡ്സും പിക്കിള് ഒക്കെ. ഐസ്ക്രീം കണക്കിനുണ്ട്. ഞാൻ അങ്ങനെ വിചാരിച്ചത് ഓടിക്കേറിട്ട് ഐസ്ക്രീം ആയിരിക്കും. നല്ല മണം, വിനാഗിരിന്റെ ഒക്കെ ഒരു സ്മെല്ല്. നമ്മള് വെറുതെ നോക്കാൻ വേണ്ടി മാത്രം ഇന്നത്തോട്ട് കയറിയത്. നെക്സ്റ്റ് ഇപ്പുള്ള ഏരിയ എന്ന് പറയുമ്പോ മിൽക്കിന്റെ പാല്, തൈര്, മോര്, അങ്ങനെ എന്തൊക്കെയോ ഒരു മണം. ഓരോ സൈഡിലും ഓരോ മണമാണ്. അവിടെ ഒരു വിനാഗിരിന്റെ ഒക്കെ ഒരു സ്മെല്ല്, ഇവിടെ ഒരു പുളിച്ച പാലിന്റെ മണം. ഫുൾ പാലിലുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഒക്കെയാണ്. നമ്മളെ ബട്ടർ, ഗീ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ കൂടുതലുള്ളത് ഈ ഒരു സൈഡില്. ഞാൻ ഇപ്പൊ കയറിയിരിക്കുന്ന സൈഡില്. നമ്മള് അതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഫുള്ളും നട്ട്സ് ആണ്, നട്ട്സ് ഐറ്റംസ് ആണ് കൂടുതലുള്ളത്. വയ്യ, തണുപ്പ് കാരണം നടക്കാൻ വയ്യ. ഈ സാധനത്തിന്റെ പേര് എനിക്ക് അറിയത്തില്ല, അങ്ങനെ ഇഷ്ടമാണ്. യെസ്, ബദാം. അത് ഞാൻ കഴിച്ച സാധനം ഇതാന്ന്. വാട്ട് ഈസ് കോൾഡ് നെയിം? മക്കദാമിയ. എന്റെ പൊന്നട. Taste very good. I know. I from India. From India. Shahrukh Khan zinda. അള്ളാഹ്, ഷാറുഖ് ജീവനോട് ഉണ്ടാന്ന്. Almond, Uzbekistan, good. ഒക്കെ ശരിയുണ്ട്. പക്ഷെ ആ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇവിടെ ഒന്നും വാങ്ങിക്കില്ല. Taste.
ഒറ്റടിക്കിനെ മാറ്റി പറഞ്ഞു. ഒന്നും വാങ്ങിക്കില്ല പറഞ്ഞിട്ട് അപ്പൊ തന്നെ കൈത്തുനിന്ന് വാങ്ങിച്ച്. ഓക്കെ തുറക്കാനുള്ള ഒരു സാധനം ഉണ്ട്. ഇതെന്താ ചക്കക്കുരുവാ? ചക്കക്കുരു അല്ല. അതൊന്ന് കഴിച്ചു നോക്കാം. ലെറ്റ് മീ ഈറ്റ്. അയ്യോ, കഴിക്കാൻ എന്നാണോ ഞാൻ കഴിച്ചത് അറിയില്ല. നല്ല പരിചയമുള്ള ടേസ്റ്റ്. ഇത് കളയാനുള്ള ഞാൻ കഴിച്ചു പോയി. ഒരു കറ ഫീല്. ഒന്ന് വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കാറിനടുത്ത് നിർത്തി ഓരോ സാധനം തരുന്നുണ്ട് കഴിക്കാൻ. പിന്നെ വരാന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. നേരെ എന്തോ ജ്യൂസൊക്കെ ഡ്രൈ ആക്കിയിട്ടുള്ളത് എന്റെ പോലെ. എന്താ സാധനം ഒന്നും മനസ്സിലാക്കില്ല. എന്താന്നറിയില്ല. നമ്മുടെ എള്ളുമുട്ടായി ഇതിന്റെ വന്നല്ലേ സത്യം പറ. ഐശ്വര്യ റായ് നീ എന്റെ ഐശ്വര്യ നോക്കി. Okay, very discount. Okay, only for you. For me what? Only very good green. ഐശ്വര്യ റായ് കണ്ടില്ലേ? ഞാൻ ഐശ്വര്യ റായ് നോക്കി ആത്മഹത്യ ചെയ്യും. അതും നീ എന്ത് കണ്ടിട്ടാ കത്തിടക്കെ? ജന്ന എനിക്ക് വേണ്ടടാ. അവളുടെ ഞാൻ പോണേ ഇവരെ. എനിക്കിപ്പോ ഞാൻ പോണേ. Katrina Kaif, no good, too very good. Thank you. Canım. साथ चलना है, Kasam tu hai kasam. हाथ मिलना है. രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ നാട്ടിലെ കടലമുട്ടയില് ഓൾമോസ്റ്റ് ആ ഒരു ടേസ്റ്റ് ഉണ്ട്. പിസ്താന്റെയും ആൽമണ്ടിന്റെ ഒക്കെ ഒരു ചെയ്ത് ഇതിന്റെ ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ട്രൈ ആക്കാന്ന് കരുതിയതാണ്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ സൺഫ്ലവർ സീഡ് ഇല്ലേ, അതാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ സാധനം കഴിക്കുന്നത്. പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരു 100 grams വാങ്ങിച്ചിട്ടുണ്ട്. 56.50, okay. This one 100 grams. What same? മെൽറ്റ് ആയത് പോലെ ഉണ്ട്. India, Mumbai, കേരള, Allah, Uzbekistan, Samarkand. Very good. ഇഷ്ടപ്പെട്ടില്ല. കുത്തുബ്നാർ പോലെ കണ്ടവനോട് ഓടി വന്നതാ. പക്ഷെ ആ കണ്ട അവര് പോലുമില്ല. ഫ്രൂട്ട്സിന്റെ ABCD മാത്രം അറിയാൻ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ A to Z പഠിക്കും. ഇതെല്ലാം ലൈക് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇതൊക്കെ പീച്ചിന്റെ ഒക്കെ ഒരു ഇനമാണ് കേട്ടോ. ഞാനൊക്കെ ആകെ ഒരു കളർ പീച്ചേ കണ്ടിട്ടുള്ളൂ. എത്ര കളറാ. ബദാമൊക്കെ ആകെ നമുക്കറിയാന്നുള്ളത് ഒരു ടൈപ്പ് ബദാം അല്ലേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 10-20 ടൈപ്പ് കാണാം. ഇതൊരു ടൈപ്പ്, ഇതൊരു ടൈപ്പ്. നമ്മൾ ഈ താഴെ ഇങ്ങനെ കറങ്ങിയിട്ടൊക്കെ അവിടെ ഒരു സ്റ്റെയർ ഉണ്ടായിരുന്നു. അതിൽ കൂടെ കയറിയിട്ട് മെകളിൽ വന്നിട്ടുണ്ടായിരുന്നേ. മെകളിൽ താഴെയുള്ള കാഴ്ചകൾ മീറ്റ്. ഈ ഒരു റൗണ്ട് ഫുള്ള് മീറ്റ്. ഇങ്ങനെ മീറ്റ് കണ്ടോ, ഇത് മീറ്റ്. സെക്കൻഡ് ഞാൻ പറഞ്ഞില്ലേ സലാഡ്സ് കാര്യങ്ങൾ അതും ഇതൊക്കെ. പിന്നെ മറ്റേ ഡയറിന്റെ മിൽക്കിന്റെ അതിന്റെ ഉള്ളില് ഈ താഴെ പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആ മൂലയ്ക്ക് ഉണ്ടായിരുന്നു. അത്ര തന്നെ താഴെ. പക്ഷെ മെഗലിലാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒക്കെ ഒരു മേള.
ഈ ചോൾസ് ബസാറിൽ വരുന്ന ആൾക്കാര് ഫുഡൊന്നും കഴിക്കാതെ വേണം വരാൻ വേണ്ടിട്ട്. കാരണം ഇവിടുന്ന് ഇവര് ടേസ്റ്റ് വെക്കാണെന്ന് പറഞ്ഞ് തരും. അന്നേരം വയറ് നിറച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. അപ്പം ഒന്നും കഴിക്കാതെ വരാൻ ശ്രദ്ധിക്കുക. അതാവുമ്പോ ഇവിടെ കിട്ടുന്ന എല്ലാം വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടി പറ്റും. എല്ലാ ഷോപ്പിൽ നിന്ന് തരും കേട്ടോ. നമ്മളിപ്പോ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഷോപ്പിൽ പോയാൽ വീണ്ടും തരും. വാങ്ങിച്ചില്ലെങ്കിലും തരും. കുറെ കിട്ടി എനിക്ക് എല്ലാം ഒന്ന് അപ്പാടെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അല്ല ഇഷ്ടംപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ കഴിച്ചു. കുറേ കഴിച്ചു, എന്തെല്ലോ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ആൾക്കാരെന്നെ എന്തോ കത്രീനാന്നോ ഐശ്വര്യന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു. അതിന് സാപ്പിടലായിരിക്കും. എന്നാലും നല്ല രസമുണ്ട്. ഇനി ഇവിടെ നിന്നൊന്നും വാങ്ങിക്കുന്നൊന്നുമില്ല. കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട്. ചെറിയ 100 ഗ്രാം 150 ഗ്രാം വെച്ചിട്ട് കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന തിരിച്ച് അന്നേരം വരും ഇവിടെ വീണ്ടും. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ടിട്ട് ഇറങ്ങുവാണ് ഇവിടെ നിന്ന്. വലിയ പെടലാണ് പെട്ടത്. ഇനി ഇവിടെ എല്ലാരും കൂടെ ഐശ്വര്യ കത്രിക കൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു റൗണ്ടിലൂടെ കറങ്ങുന്നു. അതാ വീണ്ടും കറങ്ങുന്നു. വന്ന സ്ഥലത്തേക്ക് കണ്ട ആൾക്കാരൊക്കെ വീണ്ടും ഇവിടെ കറങ്ങുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഇറങ്ങുമ്പോ സ്റ്റെയർ വന്ന് വീണ്ടും യെസ് മുത്തേ പറ. നേരത്തെ എന്റെ അടുത്ത് പേര് വെച്ചിട്ടുള്ള ആൾക്കാര് എന്റെ പേരൊക്കെ ഓർത്തിച്ചിട്ട് എന്നെ വിളിക്കുന്നു. ഞാൻ വീഡിയോ തിന്ന് വീണ്ടും ഇവിടെ എന്നെ എത്തി. സംഭവം ഇവിടെ നിന്ന് ഇങ്ങനെ നോടന്നൊക്കെയാണ് ഇവിടെ എത്തിയത്. പക്ഷെ ഇറങ്ങേണ്ട സ്ഥലം എത്തിയപ്പോഴത്തേക്കും വീണ്ടും കറങ്ങി താഴെ എത്തിയിട്ട് ഉള്ളിനി അടുത്ത കാര്യം. അതോ അവിടെ ഇരിക്കുന്നു. ശ്രദ്ധിച്ചില്ല, സ്റ്റെയർ ശ്രദ്ധിക്കാണ്ട് വീണ്ടും കറങ്ങിപ്പോയി. ഈ മൂലക്കാണ് ഈ സ്റ്റെയർ ഇരിക്കുന്നത്. കണ്ണിൽ വിടില്ല. നമ്മൾ അകത്തൂടെ ഇങ്ങനെ കറങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കും. സൈഡിൽ കൂടെ എൻഡിൽ കൂടെ ഇതിന്റെ സെന്ററിൽ കൂടെ ഒരിക്കലും നടക്കരുത്. ഇറങ്ങാനുള്ളവര് ഈ എൻഡിൽ കൂടെ നടക്കാൻ ശ്രമിക്കുക. അപ്പൊ കിട്ടും. ഫൈനലി വെളിയിൽ വന്ന് ഗൈസ്. പുറലോകം കണ്ടു. പുറലോകം കറങ്ങിത്തിരിഞ്ഞ അവസാനം പുറത്തെത്തിയിട്ടുണ്ട്. അധികം എന്താ പറയാ എക്സ്പ്ലോർ ചെയ്യാന് ഇതൊക്കെ ഉണ്ട് ഇതിനകത്തുള്ളത്. എന്നാലും കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ്. ഇത്രയും വലിയൊരു മാർക്കറ്റ്, അല്ലെങ്കിൽ ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒക്കെ ഒരു മാർക്കറ്റ് ഞാന് ഓൾറെഡി കസാക്കിസ്ഥാൻ കിർഗിസ്ഥാനൊക്കെ പോയപ്പോൾ കണ്ടിട്ടുള്ളതാണ്. ബട്ട് ഇവിടെ വരുന്ന ആൾക്കാർ എന്തായാലും ഇങ്ങോട്ട് വരണം. പിന്നെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് നമ്മൾ പോവാണ്. ഇവിടെ ടാഷ്കന്റിലുള്ള TV ടവറിൽ. അത് സെൻട്രൽ ഏഷ്യയിലുള്ള ഒരു ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ഒരു ടവർ എന്നാ പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് അങ്ങോട്ട് പോവാം. Okay? Come on, guys.